ഹലോ നമസ്കാരം, ദിനേശ് മാധവാണ്. എന്തൊക്കെയാ, സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ 40 വയസ്സ് കഴിഞ്ഞവർക്കുള്ള വീഡിയോ. 40 വയസ്സ് കഴിഞ്ഞിട്ടും എൻ്റെ കയ്യിൽ സമ്പാദ്യമൊന്നുമില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ്. നല്ല പണിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, പക്ഷെ സമ്പാദ്യമില്ല. എന്തുകൊണ്ട് സമ്പാദ്യമില്ല? 10,000 ശമ്പളം കിട്ടുന്നുണ്ട് എനിക്ക്, എൻ്റെ കയ്യിൽ 10 പൈസ. അസുഖം വരുമ്പോൾ എൻ്റെ കയ്യിൽ 10 പൈസ. ഞാനൊരു ഇൻഷുറൻസ് എടുത്ത് ചോദിച്ചാണ്ട് എൻ്റെ ഫുള്ള് ചിലവ് ഇൻഷുറൻസ് കമ്പനി നോക്കുന്നില്ല. നമ്മളെ കയ്യിൽ പൈസ വേണം. ലിക്വിഡ് മണി ഇല്ലെങ്കിലുള്ള ആപത്ത് ഭയങ്കരമാണ്. കാരണം 40 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളും വരും. എങ്ങല്ല 40-50,000 ശമ്പളം വാങ്ങണ എത്ര ആൾക്കാരുണ്ട് നമ്മളെ. ഞാനും ഏകദേശം അത്രയൊക്കെ വാങ്ങുന്ന ആളാണ്. പക്ഷെ നമ്മൾ ജീവിതത്തിൽ മാറ്റി വെച്ചില്ലെങ്കിൽ 10ൻ്റെ പൈസ ആരും സഹായിക്കൂല. നമ്മളെ മുതലാളിക്ക് വേരും സഹായിക്കാൻ കഴിയില്ല. കാരണം അയാൾ നല്ലൊരു ശമ്പളം തരുന്നുണ്ട്, നല്ല ശമ്പളം തരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് സഹായിക്കണം? സഹായിക്കില്ല, സഹായിക്കാൻ പാടില്ല. 50,000 ശമ്പളം കിട്ടുമ്പോൾ ഒരു 10% മാറ്റി വയ്ക്കണം. അത് ഇങ്ങനത്തെ ഫണ്ടിലേക്ക്. അല്ലെങ്കിൽ കൈ മലത്തേണ്ടി വരും. അതുകൊണ്ട് അങ്ങനത്തെ ആരെങ്കിലും ചെയ്യുന്നവർക്കുള്ള വീഡിയോ ആണിത്. ചെയ്യണവർക്ക് മാത്രം കേട്ടോ. ഇനി അന്നെ പറഞ്ഞ് എന്നൊന്നല്ല. ഇത് ചെയ്യണവരുണ്ട്. എനിക്കും എൻ്റെ കണ്ണിൽ കാണുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെ. വേറെ എന്ത് ആവശ്യത്തിനും പൈസ ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മളെ ബാങ്ക് ബാലൻസ് കുറച്ച് വേണം. ഇനി 40 വയസ്സ് കഴിഞ്ഞാൽ ഒന്ന് നോക്കി വെച്ചോളി എല്ലാവരും. അല്ലെങ്കിൽ ഓരോരുത്തരെ കാല് പിടിക്കേണ്ടി വരും. പിന്നെ ആരും സഹായിക്കില്ല. കാരണം ബാങ്ക് ബാലൻസും കാര്യങ്ങളും, ബാങ്കിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാസം വാങ്ങിയ ശമ്പളമൊക്കെ തിരിച്ചറിയും. പക്ഷെ 5 പൈസ കയ്യിലുണ്ടാവില്ല, തൂർത്തടിച്ച് കളഞ്ഞ്. അങ്ങനെ ആരെങ്കിലും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക. കുറച്ച് പൈസ ബാലൻസ് വയ്ക്കുക. ഇങ്ങനത്തെ മെഡിക്കൽ കേസിനും കാര്യങ്ങളൊക്കെ ആരും സഹായിക്കില്ല മക്കളെ. പറഞ്ഞാൽ ഈ പറയുന്ന ഇനിയും പോലും സഹായിക്കില്ല. ഇനിയൊന്നും ആരും സഹായിക്കില്ല, വേറെ കാര്യം. പക്ഷെ നമ്മൾ മാറ്റി വയ്ക്കുക, കുറച്ചെങ്കിലുമൊക്കെ മാറ്റി വയ്ക്കുക. നല്ല പിശുക്ക് തന്നെ. കാരണം വെച്ചാൽ കുറച്ച് പിശുക്ക് ജീവിക്കുക. ഓക്കെ. അല്ലെ പിന്നെ ബിസിനസ്സുകാരനൊക്കെ ആവണം. ബിസിനസ്സുകാരനൊക്കെ ആകുമ്പോൾ പൈസ എങ്ങനെയൊക്കെ വരും. കാരണം എന്താ വെച്ചാൽ അവർക്ക് തിരിമറിയും കാര്യങ്ങൾ. ഒരാളെ കീഴിൽ പണിയെടുക്കുമ്പോൾ എപ്പോഴും ഒറ്റ ശമ്പളമാണ്. മനസ്സിലാക്കുക, ശമ്പളത്തിലും മാറ്റി വയ്ക്കേണ്ട ഇതുണ്ടാവും. ഞാൻ കുറേ വീഡിയോ ഇതേമാതിരി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്നതൊന്നുമല്ല, എൻ്റെ കണ്ണിൽ കുറേ അങ്ങനെ കണ്ടുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ആരും സഹായിക്കില്ല. പണമാണ് മുഖ്യം മോനെ, വേറെ ഒന്നുമല്ല. ഓക്കെ. പണമുണ്ടെങ്കിൽ എല്ലതും ഉണ്ട്, അല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ താങ്ക് യു.